അടൂർ പ്രകാശും നേതൃത്വം നൽകി വരുന്ന പുതിയ യാത്ര നമ്മുടെ പുതിയുടെ മണ്ണിലേക്ക് പ്രകാശം നയിക്കുന്ന ജാതിക്ക് ഊഷ്മളമായ സ്വീകരണവും വരവേൽപ്പും നൽകിക്കൊണ്ട് ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. ഈ കടന്നു വരുന്ന പ്രിയപ്പെട്ടവരെ പുതിയുടെ മണ്ണിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഈ മണ്ണിൽ ഇനി മറ്റാർക്കും സ്ഥാനമില്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പാർട്ടി ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ സംസ്ഥാനത്തെ കള്ളന്മാരുടെയും കാവട്ടിക്കാരുടെയും മുന്നിൽ നിന്നതിനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നവീന യുഗത്തിന് വേണ്ടി കാകടത്തെ ഊതിക്കൊണ്ട് പ്രിയപ്പെട്ട വി.ഡി. സതീശൻ നയിക്കുന്ന ജാഥ കടന്നു വരികയാണ്. നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ പങ്കിരുന്നുകൊണ്ട് നയിക്കുന്ന ജാഥ ഈ മണ്ണിലേക്ക് കടന്നു വരികയാണ്. ഈ ജാഥ ഈ നവീന ജാഥയെ സ്വീകരിക്കുമ്പോൾ ഇതുകൊണ്ട് കടന്നു വരുന്ന ജാഥ ആവേശകരമായ സ്വീകരണമാണ് കോന്നി ജനം നൽകിക്കൊണ്ടിരിക്കുന്നത്. കോന്നിയുടെ മണ്ണിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്കുള്ള സ്ഥാനം അത് മാറ്റി എഴുതുവാൻ ഇവിടെ ആരെയും അനുവദിക്കുകയില്ല. അമ്പല കള്ളന്മാരെയും ദൈവത്തെ കണ്ടുമോഷ്ടിക്കുന്നവരെയും ഈ മണ്ണിൽ നിന്ന് തൂത്തെറിയുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ നേതൃത്വം നൽകി കടന്നു വരുന്ന പരിമിതിയുണ്ടോ എന്നതുകൊണ്ട് കടന്നു വരുന്ന ആളുകൾ കുറെ കൂടെ മുന്നോട്ട് നടന്ന് ഇതിന് പിൻഭാഗത്തേക്ക് മാറുവാൻ സൗകര്യമായി നിൽക്കും. അതുകൊണ്ട് സേവാദളിന്റെ ആളുകൾ ശ്രദ്ധിക്കുക. നമ്മുടെ നൂറുകണക്കിന് ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശമായ സ്ഥലത്ത് നിൽക്കുവാൻ സമയമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദയവായി വരുന്നവർ മുൻപോട്ട് നീങ്ങണമെന്ന് അറിയിക്കുകയാണ്. തെക്കും തിരക്കും ഒഴിവാക്കുവാൻ ആയിരക്കണക്കിന് ആളുകളാണ് മോദിയുടെ മണ്ണിൽ ഐക്യ ജനാധിപത്യ മുന്നണി നയിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ജാഥയെ സ്വീകരിക്കുവാൻ, ഹൃദയങ്ങളിൽ സൂക്ഷിക്കുവാൻ ഇവിടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറമാണ് സാധാരണപ്പെട്ട ആളുകൾ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഈ ചരിത്ര സംഭവമായി മോദിയുടെ മണ്ണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മണ്ണാണെന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് അടൂർ പ്രകാശും നമ്മുടെ പ്രിയപ്പെട്ട എസ്.പി. പ്രിയപ്പെട്ട ആന്റണിയും ഡി.സി.സി പ്രസിഡന്റ് സതീഷ് കൊച്ചുമലർ അടക്കമുള്ളവർ നേതൃത്വം നൽകിക്കൊണ്ട് കടന്നു വരുന്ന ജാഥ പ്രിയപ്പെട്ട നേതാക്കൾക്ക് കടന്ന് ഈ വേദിയിലേക്ക് വരുവാൻ സൗകര്യമൊരുക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മുൻപോട്ട് ആളുകൾ മാറണം. ഈ റോഡിൽ മുൻപോട്ട് പോവാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ദയവായി ആ തുറന്ന വാഹനത്തിന്റെ പിന്നിൽ ഉള്ള ആളുകൾ പ്രിയപ്പെട്ട നേതാക്കൾക്ക് കടന്നു വരുവാൻ നേതാക്കൾക്ക് സൗകര്യമൊരുക്കി കൊടുക്കണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ കേരളത്തെ ഒരു നവീന യുഗത്തിലേക്ക് നയിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, പുതുയുഗത്തിലേക്ക് കേരളത്തെ നയിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അടൂർ പ്രകാശും അതുപോലെ പ്രിയപ്പെട്ട വി.ഡി. സതീശനും നയിക്കുന്ന ടീം യു.ഡി.എഫ് പുതുയുഗ യാത്ര കടന്നു വരികയാണ്. നമ്മുടെ പ്രവർത്തകർ ആവേശകരമായി നേതാക്കളെ തൊഴിലാക്കി സ്വീകരിച്ചുകൊണ്ട് കടന്നു വരികയാണ്. നമ്മുടെ നേതാക്കൾക്ക് കടന്നു വരുവാൻ സൗകര്യം ഒരുക്കി കൊടുക്കണം. ആവേശകരമായി സ്വീകരണത്തിൽ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. മുഴുവൻ ആളുകളെയും ഏറ്റവും സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ നേതാക്കളിൽ നിന്ന് ശ്രമിക്കുവാൻ, നമ്മുടെ നേതാക്കളിൽ നിന്ന് കേൾക്കുവാൻ നമ്മൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അതിനുള്ള സൗകര്യം ഒരുക്കണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ നേതാക്കളെ മുഴുവൻ ഈ പ്രിയപ്പെട്ട നേതാക്കളെ കോന്നിയുടെ മണ്ണിലേക്ക് സ്വീകരിക്കുവാൻ പ്രിയ പ്രദോഷം കാണുന്നതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കളെ ആരാർപ്പണമണിയിൽ സ്വീകരിക്കുകയാണ്. പ്രിയപ്പെട്ട കറ്റാനം ഷാജി, ബ്ലോക്ക് തണ്ണിത്തോട് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ദേവകുമാർ അടക്കമുള്ളവർ, പ്രിയപ്പെട്ട അടൂർ പ്രകാശ് നാട്ടിയ കൊടി, ആ കൊടി ഇടക്കാലത്ത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കുവാൻ ഒരു കാര്യം പ്രിയപ്പെട്ട സംസ്ഥാന നേതാക്കളോട് സൂചിപ്പിക്കട്ടെ. ഞങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടി നൽകിയ സമ്മാനമാണ് അടൂർ പ്രകാശ് എന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. കോന്നിയിലെ ജനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രിയപ്പെട്ട അടൂർ പ്രകാശ് ഈ മണ്ണിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ ഈ കോന്നിയിലെ ആളുകൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. 2000 ഞങ്ങളുടെ സമ്മാനം തിരികെ തരണമെന്ന് കോന്നിയിലെ ജനങ്ങൾക്ക് വേണ്ടി ഓരോ ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുന്ന കോന്നിയിലെ ജനങ്ങൾ ആഗ്രഹിച്ച് പറയുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ചേർന്ന് നിൽക്കുകയാണ്. ഒരു ദിവസം യു.ഡി.എഫിന്റെ യോഗത്തിൽ പറയുകയുണ്ടായി, കോന്നിയിലെ സ്വീകരണം ഏറ്റവും നല്ല സ്വീകരണം പത്തനംതിട്ട ജില്ലയിലെ
അഡ്വക്കേറ്റ് അടൂർ എന്നെ ഞാനാക്കി തീർത്ത ഈ മണ്ണ് ജീവിതത്തിൽ ഒരിക്കലും അടൂർ പ്രകാശം മറക്കില്ല എന്നും എപ്പോഴും എല്ലാ കാലങ്ങളിലും നിങ്ങളെയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. അടർത്തി എന്നെ എവിടേക്ക് മാറ്റിയാലും അപ്പോഴും കോന്നിക്കാർക്ക് ഒരിടമുണ്ട് എന്ന് എനിക്ക് പറയാതിരിക്കാൻ പറ്റും. ആ നാളിതുവരെയുള്ള നിങ്ങളുമായിട്ടുള്ള ഇടപെടലിൽ അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തായാലും ഇന്ന് കോന്നിയുടെ മണ്ണിൽ പ്രിയപ്പെട്ട നമ്മുടെ പുതുയുഗ യാത്രയുടെ നായകനാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 6-ാം തീയതി ഉപ്ലയിൽ നിന്നും ആരംഭം കുറിച്ച ജാഥയാണ് ഈ കോന്നിയിൽ എത്തിയിട്ടുള്ളത്. ഇത് കഴിഞ്ഞാൽ ഇനിയും ഇവിടെ നിന്നും MLA ആയിരുന്ന നിങ്ങൾക്കറിയാമല്ലോ ആരാണെന്ന്, ഇന്നിപ്പോ പത്മകുമാറിന്റെ സ്ഥാനം എവിടെയായിരിക്കുന്നു എന്നതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. കാരണം നമ്മൾ കണ്ടുകൊണ്ടായിരിക്കണം പോകേണ്ടത്. ഞാനതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഏറെ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഇന്ന് കോൺഗ്രസ് നേതാക്കളെ, UDF നേതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, കോന്നിയിൽ നൽകിയ ആവേശോജ്വലമായ സ്വീകരണം, ഈ സ്വീകരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട അടൂർ പ്രകാശ് MP അദ്ദേഹം ഈ നാടിന് തുടക്കം കുറിച്ച വികസനത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. സ്വപ്നം മാത്രമായിരുന്നു. ആ സ്വപ്നം ഈ കോന്നിയുടെ മണ്ണിൽ യാഥാർത്ഥ്യമാക്കിയത് അടൂർ പ്രകാശ് ആരോഗ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ. ഇന്ന് ആ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ നമുക്കറിയാം. അവിടുത്തെ ഡോക്ടർ വീണ് കൈ ഒടിഞ്ഞു, ഉടനെ ആംബുലൻസ് വന്നു, കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകാം എന്നാണ് പറഞ്ഞത്. കൈവിടാൻ ഒരു പ്ലാസ്റ്റർ പോലും അവിടെ ഉണ്ടായില്ല. ഇവിടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു, 4 മണി സമയത്ത് കാട്ടുപന്നി മേഞ്ഞു നടക്കുന്ന കാഴ്ച ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എത്രയോ സ്വപ്നങ്ങൾ പടുത്തുയർത്തിയ നെയ്തെടുത്തൊരു മെഡിക്കൽ കോളേജാണ്. അതുപോലെയാണ് ഈ കോന്നിയുടെ ഓരോ മേഖലയിലും ഇന്ന് കാണുന്ന വികസനം മുഴുവൻ UDFന്റെ വികസനമാണ്. UDFന്റെ ഭരണകാലം നിങ്ങളുടെ മനസ്സിലുണ്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന ഒരു കാലഘട്ടം. പാവപ്പെട്ടവന്റെ ജീവിതത്തിൽ, സാധാരണക്കാരന്റെ ജീവിതത്തിൽ, തൊഴിലാളികളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു കാലഘട്ടം. ഇന്നത്തെ പോലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഒരു രോഗിക്ക് ഓടേണ്ടി വരുമായിരുന്നില്ല. അന്ന് സർക്കാർ ആശുപത്രിയിലേക്ക് സ്വകാര്യ ആശുപത്രി ഉപേക്ഷിച്ച ആളുകൾ വരുമായിരുന്നു. ഡോക്ടർ ഉണ്ടായിരുന്നു, ചികിത്സയുണ്ടായിരുന്നു, എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപകടത്തിൽപ്പെടുന്നവർക്ക്, മരണമടയുന്നവർക്ക്, രോഗം ബാധിച്ചവർക്ക് എല്ലാമുള്ള ചികിത്സാ സഹായം അത് മുറയായി എത്തിക്കൊണ്ടിരുന്നു. അതൊക്കെ വെറും ഓർമ്മകൾ മാത്രമായി മാറിയിരിക്കുന്നു. ഇന്ന് കേരളം ആഗ്രഹിക്കുന്നത് അതുപോലൊരു ഭരണമാണ്. ആ ഭരണമാറ്റത്തിന് വേണ്ടിയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ പുതുയുഗ യാത്രയുമായി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വേദിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയവികാരങ്ങൾ നെഞ്ചിലേറ്റിയാണ് ഈ പുതുയുഗ യാത്ര മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ അഭിലാഷം 10 വർഷമായി കേരളത്തെ തകർത്തു തരിപ്പണമാക്കിയ ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് കേരളത്തിൽ ഒരു പുതുയുഗ പിറവി ഉണ്ടാകണം എന്ന് ജനങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെ നമ്മൾ സാക്ഷാത്കരിക്കുക തന്നെ ചെയ്യും. നമ്മളൊരു മഹായുദ്ധത്തിന് പുറപ്പെടുകയാണ്. ഈ യുദ്ധം
നമുക്ക് ജയിക്കാനുള്ളതാണ്, ജയിച്ചേ മതിയാവും. നിങ്ങൾക്കറിയാം, അടുത്ത മാസം കേരളത്തിന്റെ ബഹുമാനനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തോട് സലാം പറയും. പക്ഷെ പോകുമ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കേരളത്തിന്റെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. ഒരു നാടിന്റെ ഘടനയിൽ ഏറ്റവും പ്രധാന ഭാഗം അതിന്റെ നട്ടെല്ലാണ്. അതാണ് സമ്പദ് വ്യവസ്ഥ. അത് നട്ടെല്ല് തളർത്തിട്ടാണ് ഇവർ പോകുന്നത്. അതെല്ലാം സാധാരണക്കാരന്റെ ജീവിതത്തിൽ പ്രതിഫലിക്കാൻ തുടങ്ങി. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം 12 മാസമായി ഈ കേരളമാണ്. ഇവിടെ സർക്കാർ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കൊടുക്കാനുള്ളത് കോടികൾ. ആശുപത്രിയിൽ മരുന്നില്ല, പുറത്തേക്ക് എഴുതി തരികയാണ്, ഇല്ലേ? മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാനുള്ളത് കോടികൾ. വൈദ്യുതി ബോർഡ് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ലാഭത്തിലാക്കി ഒരു യൂണിറ്റിന് 22 പൈസ കുറച്ചു. ഇപ്പോഴത്തെ കടവത്തിലെന്നറിയാം, 50,000 കോടി രൂപ. 4 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി, 5ാമത് കൂട്ടാൻ എഴുതി കൊടുത്തിരിക്കുന്നു. KSRTC 5000 ഷെഡ്യൂളും 47,000 ജീവനക്കാരും ഉണ്ടായിരുന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കിട്ടിയിട്ട് 19 മാസം. 7 ക്ഷേമനിധികൾ തകർന്നു. ഇനി എന്താ തകർക്കാനുള്ളത്? ഖജനാവിൽ പൂച്ച പെറ്റി കിടക്കുകയാണ്. 5 നയാ പൈസ ഇല്ല. നമ്മൾ ഇനി പ്രതിപക്ഷം മാത്രമല്ല, അധികാരത്തിലേക്ക് വരാൻ പോകുന്ന മുന്നണിയാണ്. ഇവര് പരാജയപ്പെട്ട സ്ഥലത്ത്, ഇവർ കേരളത്തെ തകർത്ത സ്ഥലത്ത് നമുക്ക് വിജയിക്കുകയും നമ്മുടെ കേരളത്തെ പുനർജനിപ്പിക്കുകയും. പൂച്ച പെറ്റി കിടക്കുന്ന ഈ ഖജനാവിനെ നമുക്ക് പണം കൊണ്ട് നിറയ്ക്കണം. ഖജനാവ് നിറയ്ക്കണം. സാധാരണക്കാരന്റെ കണ്ണീരൊപ്പണം. കേരളത്തിന്റെ മുഖച്ഛായ മാത്രം. സർവസന്നാഹത്തോടു കൂടി കൃത്യമായ പദ്ധതികളും പരിപാടികളുമായിട്ടാണ് UDF. ഈ പുതിയ പരിപാടിയുടെ എല്ലാ സാമഗ്രികളും നശിപ്പിക്കാൻ ആയിക്കോട്ടെ, അത്ര വാശിയൊക്കെ കണ്ടു എല്ലാവരും. അത് കണ്ടാലും വീട്ടിൽ കയറില്ലല്ലോ. വാശിയോടുകൂടി UDF പ്രവർത്തകർ ഇറക്കുക. വാശിയോടുകൂടി ആ MP കൊണ്ടെന്ന് പറഞ്ഞു കേട്ടാ, ASUക്കാരി ചെന്ന് മന്ത്രിയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു, കൈ പിടിച്ചു ഓടിച്ചു. ഇതുപോലെ പച്ചക്കള്ളം പറയുന്നവരൊക്കെയാണ് വലിയ സ്ഥലത്തിരിക്കുന്നത്. അവരൊക്കെയാണ് വലിയ സ്ഥലത്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, പച്ചക്കള്ളം. എന്നിട്ട് കിടക്കാണ് ICU. സഹിക്കാൻ വയ്യാത്ത അഭിനയമാണ്, സഹിക്കാൻ വയ്യാത്ത അഭിനയം. നാട് മുഴുവൻ അക്രമമാണ്. നാട് മുഴുവൻ അക്രമം ചെയ്യുന്നത് പോലെ വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തും. പ്രായമായവർക്ക് പ്രത്യേകമായ സംരക്ഷണങ്ങളും വിപുലമായ പദ്ധതികളുമായിട്ടാണ് UDF. ഇവിടെ ചിലര് വർഗീയതയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളെ തമ്മിലടിപ്പിച്ച് നമ്മൾ ശത്രുക്കളാകുമ്പോഴാണ് അവർക്ക് സന്തോഷം. ഇപ്പൊ CPM-ഉം അതേ വഴിയിലാണ്. ഡൽഹിയിലെ ചേട്ടൻ ബാബയും ഒരാൾ വർഗീയത പറയണ്ട. ആര് വർഗീയത പറഞ്ഞാലും നമ്മൾ എതിർക്കും. ഏത് കോലകുമ്പം പറഞ്ഞാലും നമ്മൾ എതിർക്കും. ന്യൂനപക്ഷ വർഗീയതയും വേണ്ട, ഭൂരിപക്ഷ വർഗീയതയും വേണ്ട. തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കോംപ്രമൈസ് ചെയ്യില്ല. ചിലർ വരും, ഞങ്ങളുടെ കയ്യിൽ വോട്ട് വാങ്ങേണ്ട ഭീഷണിപ്പെടുത്തും. വോട്ട് വാങ്ങണമെങ്കിൽ കയ്യിൽ വെച്ചോളാൻ പറയും.